ഹായ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു കളർഫുൾ എ മീഡിയ. ജൂലൈ 10 ബുധനാഴ്ച നടക്കാൻ പോകുന്ന അലിഫ് ടാലൻറ്റ് എക്സാമിന് യൂസ്ഫുള്ളായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. LP വിഭാഗത്തിലും UP വിഭാഗത്തിലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ടാലൻറ്റ് ടെസ്റ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞതാണ്. കാണാത്തവരതൊന്ന് കാണുക. അതിലും ഒരുപാട് ചോദ്യോത്തരങ്ങളുണ്ട്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പായി ഒരു പെന്നും പേപ്പറും എടുത്ത് ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് എഴുതി നോക്കൂ. നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉക്തുബു ഷാദ് ഇല അല ഫി ഐന. ഇവിടെ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചത്. ഇലയാണോ, അലയാണോ, ഫീ ആണോ, ഐനയാണോ? ഉത്തരം ഐന. ഇല, അല, ഫി ഇവ മൂന്നും ഹുറൂഫുൽ ജറിൽപ്പെട്ടതാണ്. ജറിൻ്റെ ഹർഫുകളാണ്. ഐന എന്നുള്ളത് അദവാത്തുൽ ഇസ്തിഫാമിയാണ്. അപ്പോൾ ഗ്രൂപ്പിൽ പെടാത്തത് ഐനയാണ്. രണ്ടാമത്തെ ചോദ്യം, അസ്സനത്തുൽ ഹിജ്രിയ ഹാലിയൻ. ഹിജ്റ വർഷമാണ് ചോദിച്ചത്. ഹിജ്റ വർഷം 1446. മൂന്നാമത്തെ ചോദ്യം, മൻഹുവ മുസ്ലിമുൽ വഹീദ് അല്ലദീ സ്വാറ വസീറുൽ ആലം മിൻ കൈരള. വസീറുൽ ആലം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയായ ഏക മുസ്ലിം ആരാണ്? ഉത്തരം CH മുഹമ്മദ് കോയ. നാലാമത്തെ ചോദ്യം, അരിബ് സ്കൂൾ ലീഡർ. സ്കൂൾ ലീഡർ എന്നതിൻ്റെ അറബി? അരീഫുൽ മദ്രസ. ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കാം. മൻ മുഖ്തരി അസിഫർ. ആരാണ് 0 കണ്ടുപിടിച്ചത്? ഉത്തരം അൽ ഹുനൂദ്, ഇന്ത്യക്കാർ. ആറാമത്തെ ചോദ്യം, മാഹിയൽ ലോത്തുർ റസ്മിയ ഫി പാകിസ്ഥാൻ. പാകിസ്ഥാനിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ആൻസർ അല്ലോത്തുൽ ഉർദുബിയ, ഉറുദു ഭാഷ. പാകിസ്ഥാനിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ഉറുദു. ഏഴാമത്തെ ചോദ്യം, മാഹിയ അസ്വറു ദൗല അറബിയ. ഏറ്റവും ചെറിയ അറബ് രാജ്യം ഏതാണ്? ആൻസർ ബഹ്റൈൻ. എട്ടാമത്തെ ചോദ്യം, ഐന തഖൗ ബവ്വാബത്തുൽ ഹിന്ദ്. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഫി ഡൽഹി, ഡൽഹിയിൽ. ഒൻപതാമത്തെ ചോദ്യം, മാഹുവ ആല ജബലും ഫിൽ ആലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ആൻസർ ജബലുൽ ഹിമാലയ, ഹിമാലയൻ പർവ്വതം. പത്താമത്തെ ചോദ്യം, മൻഹുവ റഈസു മജ്ലിസു തശ്രീഇ ഫി കൈരള ഹാലിയൻ. കേരള നിയമസഭാ സ്പീക്കർ ഹാലിയൻ, ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? ആൻസർ AN ഷംസീർ. 11ാമത്തെ ചോദ്യം, മാ അത്വലു നഹർ ഫിൽ ആലം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം നെഹ്റുൻ നീൽ, നൈൽ നദി. 12ാമത്തെ ചോദ്യം, അരിബ് സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനം എന്നുള്ളതിൻ്റെ അറബി? ആൻസർ യൗമുൽ ഇസ്തിഖ്ലാൽ. 13ാമത്തെ ചോദ്യം, ഉസ്ർ ലിദ്. ഉസ്ർ എന്നുള്ളതിൻ്റെ വിപരീത പദം? ആൻസർ യുസ്ർ. 14ാമത്തെ ചോദ്യം, ഐന തഖൗ താജ്മഹൽ.
താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ആഗ്ര. 15ാമത്തെ ചോദ്യം, സൗറക്ക് ജമ്. സൗറക്ക് എന്നുള്ളതിൻ്റെ ബഹുവചനം എന്താണ്? ആൻസർ സവാരിഖ്. 16ാമത്തെ ചോദ്യം, ഫഅറുൻ മസ്കൻ. ഫഅറിൻ്റെ മസ്കൻ്റെ പേരെഴുതാനാണ്. ആൻസർ ലൗസ്. 17ാമത്തെ ചോദ്യം, മാ ലൗനുൽ ബബ്ആ. ബബ്ആ എന്ന് പറഞ്ഞാൽ തത്ത. ബബ്ആയിൻ്റെ നിറം എന്താണ്? ആൻസർ അഹ്ലർ. 18ാമത്തെ ചോദ്യം, മാഹുവൽ ഇസ്മുൽ ഖദീം ലി മദീന. മദീനയുടെ പഴയ പേര് എന്തായിരുന്നു? ആൻസർ യസ്രിബ്. 19ാമത്തെ ചോദ്യം, കം മുഖാത്വ ഫി കൈരള. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? മുഖാത്വ മീൻസ് ജില്ല. ഉത്തരം 14. 20ാമത്തെ ചോദ്യം, മൻ ഹുവ അബുൽ ലുഗത്തുൽ അറബിയ. അറബി ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യാറബ് ഇബ്നു ഖഹ്ത്വാൻ. 21ാമത്തെ ചോദ്യം, മൻ ഹുവ വസീറു സിറാ ഫി കൈരള ഹാലിയൻ. കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ പി പ്രസാദ്. 22ാമത്തെ ചോദ്യം, മൻ റയീസത്തുൽ ജംഹൂരിയത്തുൽ ഹിന്ദി ഹാലിയൻ. റയീസത്തുൽ ജംഹൂരിയ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ആൻസർ ദ്രൗപദി മുർമു. 23ാമത്തെ ചോദ്യം, മൻഹുവ അവ്വലു റയീസുൽ ജംഹൂരിയ അൽ ഹിന്ദ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 24ാമത്തെ ചോദ്യം, മാഹുവ അവ്വലു ഷഹർ മിൻ തക്വീമി മലയാളം. മലയാളം കലണ്ടറിലെ ആദ്യത്തെ മാസം ഏതാണ്? ആൻസർ ചിങ്ങം. 25ാമത്തെ ചോദ്യം, ലി സൂറത്തുൽ ഇഖ്ലാസി ഇസ്മുൻ ആഖർ മാഹിയ. സൂറത്തുൽ ഇഖ്ലാസിന് മറ്റൊരു പേരുണ്ട്, എന്താണത്? ആൻസർ സൂറത്തു തൗഹീദ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അൽഫ് ടാലൻറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ മറ്റ് വീഡിയോസ് കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.